Can. ന്യൂസുകളൊക്കെ എല്ലാവരും കണ്ടു കാണല്ലോ അല്ലേ? ഇറാൻ അമേരിക്ക യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. അല്ല, അങ്ങനല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇസ്രായേൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇറാനിലോട്ട് ആദ്യത്തെ അല്ല, 1-2 സ്ഥലങ്ങളിലോട്ടുള്ള മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. ഇപ്പം എല്ലാ ന്യൂസുകളിലും എല്ലായിടത്തും വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇപ്പോൾ തിരിച്ച് ഇറാൻ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തു എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. തിരിച്ചടി ഭയങ്കരമായിരിക്കും, ഏത് നേരം കരുതിയിരുന്നോളാനാണ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, അത് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് നേരത്ത് ഞങ്ങൾക്ക് അടി കിട്ടും. ഇസ്രായേൽ കൺട്രി കംപ്ലീറ്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അകത്ത്. കാരണം ഇസ്രായേലിനറിയാം അവരുടെ മിസൈൽസ് ഇവിടെ വെക്കും എന്നുള്ളത്. കാരണം തിരിച്ച് എപ്പോഴും അങ്ങോട്ട് ചൊറഞ്ഞിട്ടാണല്ലോ അല്ലേ വാങ്ങിക്കാറ്. ഒരിക്കലും ഇറാനായിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് പോയിട്ടും ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. അത് തിരിച്ച് അവരിങ്ങോട്ട് ആക്രമിക്കുന്നത് തിരിച്ചേ ഇറാൻ ആക്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കംപ്ലീറ്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച അവിടെ കൂടുന്ന പള്ളികളിൽ, അതായത് അവിടുത്തെ പ്രാർത്ഥനാലയങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകളോട് തിരിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഖത്തറിലുള്ള അമേരിക്കൻ എംബസീസും, അതുപോലെ ഖത്തറിലും മറ്റ് എല്ലാ ബേസിലുള്ള അമേരിക്കൻ എംബസീസും ബാക്കി എല്ലാ സ്ഥലങ്ങളും ക്ലിയറൻസ് കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതിലെ ലക്ഷ്യം വെച്ചിട്ടുള്ള സ്ഥലങ്ങളെ പറ്റിയാണ് പറയേണ്ടത്. ഇസ്രായേലിൻ്റെ എന്താ പറയുക, ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇറാനിലേക്ക് വിക്ഷേപിച്ച ഓരോ മിസൈലും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് നിരവധി ഇറാൻ സൈനിക കമാൻഡുകാർ ഇരിക്കുന്ന ഓഫീസുകളിലോട്ടും ഉദ്യോഗസ്ഥരുള്ള സ്ഥലത്തോട്ടും, അതുപോലെ തന്നെ ആയത്തുള്ള ഖമേനിയുടെ വീടുകൾ അല്ലെങ്കിൽ ഇരിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. റിപ്പോർട്ട് പ്രകാരം ഇറാൻ്റെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ, സുപ്രീം ലീഡറുടെ ഓഫീസ്, പ്രസിഡന്റിൻ്റെ ഓഫീസ് തുടങ്ങിയവ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ടെഹ്റാനിലെ പസ്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള മേഖല ലക്ഷ്യം വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വലിയ പുകയും സ്ഫോടനങ്ങളും കണ്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നത്. ഒരു മുൻകൂർ ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ പാർട്ടികളും ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ന്യൂസുകളാണ് പുറത്തോട്ട് വരുന്നത്. പിന്നെ ക്രൂയിസ് മിസൈൽ ആദ്യം തന്നെ ക്രൂയിസ് മിസൈലുകളാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ഫോടന സ്ഥലങ്ങളിലോട്ടുള്ള അഗ്നിശമന സേന എത്തി അവിടുത്തെ തീയൊക്കെ അണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളപായം കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തോട്ടൊന്നും വന്നിട്ടില്ല. ഇനി ജനീവ ചർച്ചൊരു സ്ഥലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, വീക്കെൻഡാണ്, വളരെ ഹൈ ചാൻസസ് ആണ് ഈ വീക്കെൻഡിൽ ആക്രമണം ഉണ്ടാവാനുള്ളത്. അതുപോലെ നമ്മൾ നല്ല വിദഗ്ധർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ട്രംപിൻ്റെ സൈഡിൽ നിന്നും അതിൻ്റെ കൺഫർമേഷൻ, അതെ, ഞങ്ങൾ സംയുക്ത ആക്രമണമാണെന്ന് ട്രംപിൻ്റെ സൈഡിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകേണ്ട ഇറാൻ്റെ പ്രത്യാക്രമണം എന്തായിരിക്കും എന്നുള്ളതാണ്. ഇറാൻ തിരിച്ച് പ്രത്യാക്രമണത്തിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ ഇസ്രായേലിലോട്ട് മാത്രമാണോ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ടെല്ലാം ഇറാൻ്റെ മിസൈലുകൾ പോകുമെന്നുള്ളത് അറിയില്ല. ഏതാണെങ്കിലും നമ്മുടെ ഒരുപാട് ആളുകളിലെ പ്രവാസികളായിട്ടുള്ള മലയാളികളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, മനുഷ്യന്മാരെല്ലാവരും ഉണ്ട്. പക്ഷേ ഈ പ്രവാസികളെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ടെൻഷനിലായിരിക്കും. പറഞ്ഞ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ, സൗദി, UAE പോലത്തെ രാജ്യങ്ങളിലും ജോർദാൻ പോലെ സ്ഥലങ്ങളിലും എല്ലാ ഉള്ള ആളുകൾ വളരെയധികം ടെൻഷനോടെ തന്നെ ആയിരിക്കും. കാരണം യുദ്ധം ഒന്നിനും പരിഹാരമില്ല, നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പം ഇറാൻ ഏതൊക്കെ മിസൈലുകൾ, കാരണം ഈ കഴിഞ്ഞൊരു മാസത്തിനിടയ്ക്ക് ഇറാൻ പരീക്ഷിച്ച മിസൈലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും മിസൈലുകൾ പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പലതും 1500, 2000, 2500, 2800 കിലോമീറ്റർ വരെ പോകുന്ന മിസൈലുകളാണ് ഇറാൻ്റെ സൈഡിലുള്ളത്. അവിടെ ഇരുന്നിട്ട് അവർക്ക് ഈ പറഞ്ഞ സകല ബേസുകളിലോട്ട് ആക്രമിക്കാനും പറ്റും. അപ്പോൾ ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ ഇറാൻ ഈ ഓരോ മിസൈൽ വെച്ച് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ചെറിയ ചെറിയ രാജ്യങ്ങൾ, ഖത്തർ പോലത്തെ, ദോഹ പോലത്തെ ഒരു സിറ്റി, UAE പോലത്തെ ചെറിയ സ്ഥലം, അല്ലെങ്കിൽ സൗദി കുറച്ച് വലുപ്പമുണ്ടെങ്കിലും വിചാരിക്കും, പക്ഷെ അവർ എയിം ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടാണ്. അതേ സ്ഥാനത്ത് തന്നെ ഇനി ഇറാൻ കപ്പൽ മാർഗം അല്ലെങ്കിൽ ചെറിയ ചെറിയ അവരുടെ മൊസ്കിറ്റോ ഇതുണ്ട്, എന്താ പറയുക, കപ്പൽ ഷിപ്പ് ബോട്ടുകളുണ്ട്, ഇത് വെച്ചിട്ട് ഏത് രീതിയിൽ ആക്രമണം നടത്തും ഒക്കെ എന്നുള്ളത് കാണേണ്ടി വരും. ഏതായാലും ഇപ്പം നമുക്കറിയാം, ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇറാൻ്റെ അടുത്തോട്ട് ആക്രമണം ചെയ്തത് ഇസ്രായേലാണ്. ഇനി ഇസ്രായേലിലോട്ട് ഇവരടിക്കാൻ പോകുമ്പോഴായിരിക്കും അമേരിക്ക സപ്പോർട്ട് എന്നും പറഞ്ഞിട്ട് ഈ അമേരിക്കയുടെ ജെറാഡ് ഫോർഡ് എന്നും അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ എന്നൊക്കെയുള്ള മറ്റ് ആക്രമണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതേ സ്ഥാനത്ത് തന്നെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂത്തികളോടും ഹിസ്ബുള്ളനോടും ഒക്കെ ലെബനോൻ്റെ സൈഡിൽ നിന്ന് ലെബനോൻ ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതിൽ ഇൻവോൾവ് ആവരുത്. കാരണം ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർക്കറിയാം
അവർ ഈ പറഞ്ഞ ഇസ്രായേലിലോട്ട് കയറി അടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ലെബനോനിലും കൊണ്ടും ബോംബിടും. അപ്പം അവിടുത്തെ ആളുകൾക്കും അവരുടെ സ്വൈര്യ ജീവിതം നശിക്കും. ഇതിൻ്റെ ഒക്കെ കോമൺ പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം അത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ രാജ്യങ്ങളും ഈ പ്രോക്സികളൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരും ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവരൊക്കെ ഇപ്പം ഇതേ സമയത്ത് ഇറാൻ അടിക്കുമ്പോൾ തന്നെ അവർക്ക് ലെബനോനി അടിക്കണം, അതേ സ്ഥാനത്ത് ബാക്കിയുള്ള പലസ്തീനിയും ഗസനിയൊക്കെ ഒരുപോലെ അടിച്ചുകൊണ്ടിരിക്കുക അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി എന്ന് കാണിക്കുന്ന ആ ഒരു ചെകുത്താൻ മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് ഒരു സമാധാനം ഇല്ലാത്തത്. ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെയാണ്, വേറെ ആരുമില്ല. ഇസ്രായേൽ എന്ന രാജ്യമാണ്. ഇസ്രായേൽ രാജ്യം ഭരിക്കുന്ന നെതന്യാഹുവിനെ പോലത്തെ ആളുകളാണ് ഇപ്പോൾ ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രാന്തനും കൂടെ ആയിട്ടുള്ള ട്രംപും ഉള്ളത്. ഇനി ഇറാൻ്റെ ആക്രമണം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.